പാലാ നഗരസഭയിൽ വീണ്ടും തർക്കം. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് വിട്ടുകൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ തർക്കം. ബസ് സ്റ്റാൻഡ് പൊതുപരിപാടിക്ക് അനുവദിക്കരുത് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുമായി. ഷിനോജ്, ഇത് വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ തന്നെ തർക്കമാണല്ലോ ഭരണപക്ഷത്ത്. രതീഷ, വലിയൊരു തർക്കത്തിലേക്ക് വീണ്ടും പാലാ നഗരസഭ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാലായിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അത് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF ഒരു കത്ത് നഗരസഭയ്ക്ക് മുൻപിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. എന്തായാലും ഈ പൊതുപരിപാടികൾക്ക് ഈ ബസ് സ്റ്റാൻഡ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ കൗൺസിലർമാരൊക്കെ തന്നെ എടുത്തിരുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പുളിച്ചക്കണ്ടം കുടുംബത്തിലെ 2 കൗൺസിലർമാർ ബിനു പുളിച്ചക്കണ്ടവും ബിജു പുളിച്ചക്കണ്ടവും ഇന്ന് കൗൺസിലിൽ എത്തിയില്ല. മാത്രമല്ല 2 UDFിലെ കൗൺസിലർമാരും അവർ അസുഖം ഉള്ളതിനാൽ തന്നെ എത്തിയിട്ടില്ല എന്നാണ് രേഖാമൂലം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ 4 UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള 4 കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിൽ എത്തിയില്ല. സ്വാഭാവികമായി ഭൂരിപക്ഷമില്ലാതെ വന്നതോടുകൂടി LDF മുന്നോട്ട് വെച്ച ആവശ്യം അത് വോട്ടെടുപ്പിലൂടെ അംഗീകരിച്ചു. അങ്ങനെ ഈ ഡിവൈഎഫ്ഐക്ക് ജില്ലാ സമ്മേളനത്തിന് വേണ്ടി ഈ സ്റ്റാൻഡ് വിട്ടുകൊടുക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ബിജു പുളിച്ചക്കണ്ടവും ബിനു പുളിച്ചക്കണ്ടവും ഇത്തരത്തിൽ ഈ കൗൺസിൽ യോഗത്തിൽ വരാതിരുന്നത് LDFിനൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു സമാനമായ രീതിയിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുകയാണ് എന്നൊരു ആരോപണമാണ് കോൺഗ്രസ് കൗൺസിലർമാരൊക്കെ തന്നെ ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരൊക്കെ ചേർന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ചെയർപേഴ്സണിൽ ദിയ പുളിച്ചക്കണ്ടത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അത് UDFിൻ്റെ നേതൃത്വത്തെ അറിയിക്കാനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനമെന്ന് പറയുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് UDFിൻ്റെ നേതൃത്വത്തിന് മുന്നിലേക്ക് അവർ വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരി, പാലാ നഗരസഭയിൽ തർക്കം തുടരുകയാണ്. ഇപ്പോൾ പുതിയൊരു വിഷയം കൂടി നഗരസഭയ്ക്ക് മുന്നിൽ തർക്ക വിഷയമായി എത്തുകയാണ്. ഭരണപക്ഷത്തിന് മുന്നിൽ തർക്ക വിഷയമായി എത്തുകയാണ്. ഷിനോ ജസ്റ്റിയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.